സംഗി, ബ്രഹ്മ ഇവിടെ ഇരിക്കാം എന്നാണല്ലോ പറഞ്ഞ്. ഏയ് ബ്രഹ്മ, ലിസൺ. എന്താ ഹോസ്പിറ്റലിൽ നിന്ന് പെട്ടെന്ന് പറയാതിറങ്ങി പോന്നേ? എന്തിനു പറയണം? ഇങ്ങനെ പറഞ്ഞാ എങ്ങനെയാ? പിന്നെ എങ്ങനെ പറയണം? അനാവശ്യമായിട്ട് കടലിൽ വലിച്ചെറിഞ്ഞവന്റെ പെങ്ങളല്ലേ ഇവള്? അത് ശരിയാ. ഇവിടെ നിങ്ങൾക്ക് സംശയമാണെന്നറിയാം. അതൊന്ന് ക്ലിയർ ചെയ്യാനാ ഞങ്ങൾ വന്നേ. ആക്ച്വലി എന്താ പറ്റിയെന്ന്. വാ സംഗി, തൃപ്തിയായില്ലേ? വാ വാ. എവിടെ അവൻ? അവിടെ നോക്ക്, നിങ്ങൾ അന്വേഷിച്ച വട്ടാരം അവൻ തന്നെയാ. എന്താ വിശ്വാസമായില്ലേ? ഞാൻ മാർക്കണ്ഡേയനെ പോലെയാ, മരണമേ ഇല്ല. ഇവൻ ചെയ്തൊക്കെ വലിയ കാര്യമാ. എന്ത് ധൈര്യത്തിലാണ് ഇവൻ അച്ഛൻ്റെ പേരുപയോഗിച്ചേ? നീ പഴയ ബ്രഹ്മയാണെന്ന് ഞങ്ങൾക്ക് മാത്രമേ അറിയൂ. ഇവിടെ എല്ലാവരും വിളിക്കുന്ന വട്ടാരം വട്ടാരം എന്നല്ലേ? ഗുണപാലൻ സാർ നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് മുമ്പ് നീ വട്ടാരമായി തന്നെ നിൽക്കണം. അറിയാതെങ്കിലും നിന്റെ പേര് പറഞ്ഞു നിന്നിരിക്കട്ടെ. അപ്പൊ എന്ത് ചെയ്യണം? കാല് വീണ് ക്ഷമ ചോദിച്ച് ഓടിപ്പോയിക്കൊള്ളണം. പഴയ കഥയൊന്നും വിളമ്പാനേ പാടില്ല. സപ്പോസ് ഞാൻ നാളെ വന്നില്ലെങ്കിൽ വളരെ സന്തോഷം. വരരുത്, വരരുത്. മോളെ, ബ്രഹ്മയെ തേടി വന്നാണോ നീ? അയ്യോ ബ്രഹ്മേ, നിന്നെ തേടി ആ പെണ്ണും വന്നിട്ടുണ്ട്. ഓക്കെ, ശരി ഏട്ടാ, നിങ്ങളിയല്ലേ? മോളെ, ഞാൻ ചെല്ലേ. എന്തിനാ അവര് വന്നത്? ആക്ച്വലി നിന്റെ അച്ഛൻ എന്നെ കാണണമെന്ന്. അയ്യോ വേണ്ട, കാണണ്ട. അച്ഛൻ ഭയങ്കര ഡേഞ്ചറാ. ആക്ച്വലി ഇപ്പൊ വന്നവരത് തന്നെ പറഞ്ഞു. അവര് പറഞ്ഞതിലും ഇവള് പറയുന്നതിലും ഒരുപാട് വ്യത്യാസമുണ്ട്. അങ്ങനെയാണോ? ശരി, കാണുന്നില്ല. താങ്ക് യു. ഏയ്, കാണില്ല എന്ന് പറഞ്ഞില്ലേ? നീ പോ. എന്തുവാ ഇത്? ആക്ച്വലി എന്തുവാ നടന്നപ്പോ? ആ പയ്യനെ മീറ്റ് ചെയ്യണമെന്നാ വിചാരിച്ചു. അവൻ അച്ഛൻ്റെ പേര് കേട്ടപ്പോഴേ പേടിച്ചു. അച്ഛൻ പോയിട്ട് വരും. എന്താ നീ വരുന്നില്ലേ? ഞങ്ങൾക്ക് വേറൊരു ആവശ്യമുണ്ട് അച്ഛൻ. അങ്ങനെയാ? അതെ അതെ. ഇതാരാ? ഞാൻ പറഞ്ഞില്ല, അച്ഛൻ്റെ പേര് യൂസ് ചെയ്ത പയ്യൻ ഇവനാ. ഓഹോ, ഹലോ. 1 സെക്കൻഡ്, വീട്ടിൽ പോയി സംസാരിക്കാം. വണ്ടി കയറി. അത് ഷിപ്പിലാണ് വിട്ടിരിക്കുന്നത്. ഒരാഴ്ച എടുക്കും തോന്നുന്നു. ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഡീറ്റെയിൽസ് ഒക്കെ മെയിൽ ചെയ്തേക്കാം. ബെൻസ് കാർ ആരെയാണോ ഇവിടെ നിന്ന് ഓടിക്കേണ്ടത് അവൻ തന്നെ ഇപ്പോ ഓടിച്ചത്. ഓ, നിങ്ങൾ ഇത്ര വേഗം കമ്പനിയായോ? എല്ലാം കറക്റ്റായിട്ട് നടക്കും. ഞാനിവിടെ ഇല്ലേ? കൃഷ്ണസ്വാമിയോട് എൻ്റെ പേര് പറഞ്ഞല്ലോ. എന്നെ അറിയാമെങ്കിലേ എൻ്റെ പേര് യൂസ് ചെയ്യാവൂ. മനസ്സിലായോ? അറിയാതെ പറ്റിയതാ, പാവം പയ്യൻ. വിട്ടേക്ക് സാറേ. പോടാ. അറിവില്ല ചെയ്ത അച്ഛാ, പോട്ടെ, ഇനി ചെയ്യില്ല. അച്ഛാ, കോടമ്പക്കത്തെ സൈറ്റിന്റെ കാര്യം ഇന്ന് തന്നെ ഫൈനലൈസ് ചെയ്തിൽ. അറിഞ്ഞോണ്ട് തന്നെ പറഞ്ഞേ, അറിയാതെ പറയുന്ന സ്വഭാവം എനിക്കില്ല. ഏയ്, എങ്ങനെ അറിയാടോ നിനക്ക്? ആരോട് സംസാരിക്കുന്നറിയോ? വെറുതെ ഇരിക്കേ. എന്നെ അറിയുമോ നിനക്ക്? രാജപ്പ, ആരാന്ന് മനസ്സിലായോ നിനക്ക്?
ബ്രഹ്മ. ബ്രഹ്മയോ? അത് സൂക്ഷിച്ച് ഒരുപാട് ആലോചിച്ചാ പണ്ട് ബീച്ചിനടുത്ത് നടന്നൊക്കെ ഓർമ്മ വരും. എന്താ രായപ്പ പറയുന്നത്? ബീച്ചിനടുത്ത് പറഞ്ഞ ബ്രഹ്മ ബസാർ. നമ്മുടെ സ്വന്തം പയ്യൻ ബ്രഹ്മ. ബ്രഹ്മ. ആ 5000 രൂപ അടിച്ചോണ്ട് ഓടിപ്പോയല്ലേ? ഓടിയില്ല രായപ്പോ. അങ്ങനെ അടി കിട്ടി എങ്ങനെയാണോ ഓടുന്നേ? എന്റെ കൂടെ നിൽക്കാമോ നിനക്ക്? ആ നിൽക്കാം സാർ. നിന്റെ നല്ല കാലം. ഇപ്പോഴേ കാലേ തൊട്ട് ആശീർവാദം വാങ്ങിച്ചു. രാജപ്പ, നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു ഞാൻ, ആരുടെയും കാല് പിടിച്ച് ആരും ജീവിക്കാൻ പാടില്ല. ബ്രഹ്മ, ഇതിലിരിക്കുന്ന ആരുടെയും കാല് വീഴേണ്ടവരല്ല. വാ ഇവിടെ. ഇതുവരെ ഞാൻ പറഞ്ഞത് നീ കേട്ടതേയില്ല. കൂടെ നിൽക്കുന്നൊക്കെ കൊള്ളാം. ഇനി മുതൽ ഞാൻ പറയുന്നത് നീ കേട്ടേ പറ്റൂ. നിനക്ക് എപ്പോൾ വേണേലും വരാം, എപ്പോൾ വേണേലും പോകാം, എത്ര നേരം വേണേലും തങ്ങാം. ഏതെങ്കിലും ഒരു സമയം ജോലി വരും. ജോലി വന്നാൽ പോണം. പോയാൽ ജോലി തീർക്കണം. തീർന്നില്ലേ നീ തന്നെ തീരണം. വന്നത് ചിലപ്പോൾ മുൻകയറ്റ് വഴി ആയിരിക്കാം. ഇനി മുതൽ പിൻകയറ്റ് വഴി മാത്രം പോകണം, വരണം. മനസ്സിലായോ? എന്തുണ്ടേലും എന്നോട് മാത്രം നീ പറയണം. സാർ, വിളിച്ചു കൂടെ കൊണ്ടുപോടാ. എന്താ ബ്രഹ്മ ഹൈക്കോർട്ടിലേക്ക് നോക്കി നിൽക്കുന്നേ? വിചാരണയാ? അത് തന്നെയാ. ഞാൻ ജനിച്ചു വീണപ്പോ എൻ്റെ അമ്മയ്ക്ക് വേദനിച്ചു. രണ്ടാമത്തെ തവണ എൻ്റെ അച്ഛൻ മരിച്ച് ഞാൻ മാത്രം ജീവിച്ചില്ലേ, അപ്പൊ എനിക്ക് വേദനിച്ചു. ഇപ്പം മൂന്നാമത്തെ തവണ ജനിച്ചില്ലേ ഹോസ്പിറ്റലില്, ഇനി മുതൽ അവർക്ക് വേദനിക്കും. ആർക്ക്? ഗുണപാലന്റെ കൂടെ ജോലിക്ക് ചേർന്നു. അവസരം കിട്ടിയ നീ ഗുണപാലൻ സാറിനെ പോലെ ആവണമെന്ന് അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു. എന്ന് വെച്ചാ നീ ഗുണവാലിനെ പോലെ ആകാൻ പോവാ? ഗുണപാലൻ തന്നെ ആകാൻ പോവാ. വരണം സാർ, വരണം സാർ, വരണം 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 വരണം. പാളയംകോട്ടയില് 10 വർഷം മുമ്പ് ഒരു വീട്ടിലെ 4 പേരെ കൊന്നിട്ട് ജയിലിൽ പോയില്ലേ പരമേശ്വരനും പങ്കജാക്ഷനും? അത് ആരാന്നറിയാമോടാ? അതൊക്കെ ഞാൻ എന്തിനാടാ അറിയുന്നേ? അത് ഞങ്ങളാടാ. എന്ത് വേണം പറയണ്ട. ഇത് അപ്പൻ, ഞാൻ മകൻ. അസല് കുടുംബം. അപ്പൻ എന്ത് ചോദിച്ചാലും കൊടുത്തേക്ക്. ദാ പോകുന്നോന്നില്ലേ, അവനെ തട്ടിയായി പോരാ. എന്താടാ ഫോൺ ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞ പോലെ പറഞ്ഞിട്ട് പോന്നേ? എന്ത് വേണം? അനിയ, ജയിലിൽ കിടന്ന് എന്റെ ജീവിതം തന്നെ നാറിപ്പോയി. ഇപ്പൊ അടിച്ചു പൊളിച്ച് ജീവിക്കണമെന്ന ആഗ്രഹം. ഒരു നല്ല ബോഡി സ്പ്രേ എടുക്കും. ഒരു നല്ല ബോഡി സ്പ്രേ കൊടുക്കണം. ഇതെങ്ങനെയുണ്ട്? ഇത് പന്നിയുടെ മണമേ. വേറൊന്നും എടുക്കടാ. ഇത് നോക്ക്. ഇത് ലാവണ്ടർ എങ്ങനെയുണ്ട്? ഇത് ആശുപത്രി പണമല്ലേ? എടാ വേറൊന്നും എടുക്കടാ. ചേട്ടാ ഇതെങ്ങനെയുണ്ട്? ഇത് പോരാ. വേറെ നല്ല ഒരെണ്ണം എടുക്കടാ. ഇത് നോക്ക്. ഇതെങ്ങനെയുണ്ട് ചേട്ടാ? ഇത് നല്ലതാണല്ലോ, ഒന്നുകൂടെ അടിച്ചേ. ചേട്ടാ 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 അണ്ണാ, എടാ ബോധം പോയല്ലോടാ. നീ എന്തോന്ന് സ്പ്രേ ആണോ തന്നെ? മൂട്ട കടിക്കുന്ന സ്പ്രേ. എടാ ദ്രോഹി, മൂട്ട സ്പ്രേ അടിച്ചെന്ന് ഇങ്ങനെ മോൻ അറിയാത്ത അവസ്ഥ എന്താണ്? അയ്യോ, വരുന്നു. അയ്യോ, എന്റെ അപ്പൻ എന്ത് പറ്റിയടാ? അതൊന്നുമില്ലെന്നേ. ആദ്യം ബോഡി സ്പ്രേ ഒന്ന് അടിക്കട്ടെ. ഇതെന്റെ അപ്പന് ഇഷ്ടമല്ലടാ. കറക്റ്റ്. അപ്പൊ രണ്ടാമത്തെ സ്പ്രേ ഒന്ന് അടിക്കട്ടെ. ഇതും ഇഷ്ടമല്ലടാ. അടുത്തത് ഇതുപോലെ ഒന്ന് അടിച്ചതാ. ഇത് ഇത് നല്ലതാണല്ലോ. തന്നെയാ നിങ്ങളുടെ അച്ഛനും പറഞ്ഞത്. ഒരു വട്ടം കൂടെ അടിച്ചേ. ഇത് നിങ്ങളുടെ അച്ഛൻ പറഞ്ഞു. 2 അക്യൂസ് ഡൗട്ട്. നമ്മൾ ഇന്ന് വരെ വിറ്റത് ബോഡി സ്പ്രേ അല്ലടാ, ഇന്ന് വിറ്റതാണ് ബോഡി സ്പ്രേ. ഒരാഴ്ച കട ലീവ്. രാജപ്പാ, സംഗീതം വന്നല്ലോ സാർ. സംഗീതയ്ക്ക് ഇപ്പം നിന്നെ കുറിച്ച് പറയാനുള്ള സമയമുള്ളൂ. നീ അവളെ മയക്കെടുത്തെന്ന് തോന്നുന്നല്ലോ. ഒരു മിനിറ്റേ, സംഗീതം എത്തി. സംഗീ വീണയോട് നിനക്ക് സംസാരിക്കണോ? ഇത് ഞാൻ ചോദിക്കേണ്ട ചോദ്യാ. ഏയ്, ഇവിടെ എന്താടാ ചെയ്തോണ്ടിരിക്കുന്നെ? ഞാൻ വേഗം ചോദിച്ചത് അവളെ എന്നോട് തന്നെ ചോദിച്ചു. പിന്നിലേക്ക് പോ. നിന്നോടെന്താ ഇനി പ്രത്യേകിച്ച് പറഞ്ഞോ? എന്താടാ നോക്കുന്നേ? നമ്മളൊക്കെ നീർക്കോലികളെ പോലെയാ, മനസ്സിലായോ? നീർക്കോലിക്കും വിഷമുണ്ട്. രാജപ്പാ, ഒന്നുമില്ല സാർ, ഈ നീർക്കോലി കടിക്കുന്നു. നീർക്കോലി അടിച്ചാൽ അത്താഴം മുടങ്ങും.
സൂക്ഷിച്ചോ. ഏയ്, എത്ര നാളാ ഇവിടെ വന്നിട്ട്? ജനിച്ചപ്പോ മുതല്. നീ? ഇവന്റെ അമ്മയുടെ കൂടെ എന്റെ അച്ഛനെ ഓടിപ്പോയത് മുതല്. ഏയ് മാഡം വരുന്നു, പോയിക്കോ. ഞാൻ പറഞ്ഞതൊന്നും കേൾക്കാതെ ഇങ്ങ് പോന്നല്ലേ. പറയാൻ നീ ആരാ? എന്താ അത്? റൂം ഒഴിയാൻ പോന്നു. എന്തിന്? എവിടെ പോണു? എന്റെ വീട്ടിലേക്ക്.